+2 പഠിച്ച 2021-22 ബാച്ചിൽ SSLC കഴിഞ്ഞ് പിന്നീട് +2 ചേർന്ന് ആ സമയത്തൊക്കെ തന്നെ അധ്യാപകർക്കെല്ലാം ദേവനന്ദനെക്കുറിച്ച് പറയാനുള്ള വാക്കുകളെല്ലാം മികച്ച ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ തന്നെയായിരുന്നു. അങ്ങനെ അവരുടെ എല്ലാം വലിയ പ്രതീക്ഷ കൂടിയായിരുന്നു ദേവനന്ദൻ. അപ്പോൾ ആ ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു വേർപാട് അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. സീക്രട്ട് ഹാർട്ട് സ്കൂളിലാണ് അത് ദേവനന്ദൻ പഠിച്ചത്. അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പലടക്കം ആ രീതിയിൽ പറയുന്നുണ്ട്, ഏറ്റവും ഉയർന്ന മാർക്കോടുകൂടി വിജയിച്ചൊരു വിദ്യാർത്ഥി, അതുകൊണ്ട് പഠിക്കാൻ മിടുക്കനായിരുന്നു, വലിയ പ്രതീക്ഷ അവരിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വേദന അവർക്ക് അത്രമാത്രം സഹിക്കാൻ കഴിയാത്തതാണ് എന്ന കാര്യത്തിൽ സംശയങ്ങളില്ല. നേരത്തെ ഈ അനുശോചന സമയത്തൊക്കെ ഒരുപാട് പേർ അവിടെ എത്തിയിരുന്നു. അവർക്കെല്ലാം ദേവനന്ദനെക്കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ക്രിസ്മസിന് വീണ്ടും നാട്ടിലേക്ക് എത്തും എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കോട്ടയത്തുള്ള ദൃശ്യങ്ങൾ കാണാം. അവിടെയൊക്കെ തിരികെ എത്തുമെന്നൊക്കെ പറഞ്ഞാണ് പോയത്. കഴിഞ്ഞ ഈ മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലൊക്കെ തന്നെ നാട്ടിലേക്ക് തിരികെ വരാൻ നിന്നതാണ്. പക്ഷേ അത് അന്ത്യയാത്രയാകും എന്ന് നാട്ടുകാരോ ബന്ധുക്കളോ വീട്ടുകാരോ ആരും കരുതിയിരുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ചും സഹോദരൻ, ജ്യേഷ്ഠൻ ദേവദത്തിന് വലിയ മനപ്രയാസമുണ്ട് അക്കാര്യത്തിൽ. കാരണം അവർ ഒരുമിച്ച് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് പഠനമായാലും അല്ലെങ്കിലും. അപ്പോൾ ഈ രീതിയിൽ അനുജൻ പാതി വഴിയിൽ വെച്ച് യാത്രയായി പോകുന്നത് അത് സഹിക്കാവുന്നതല്ല. അങ്ങനെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണിനെ ഈർന്നണിയിച്ചുകൊണ്ടാണ് ദേവനന്ദൻ വിട ചൊല്ലിയിരിക്കുന്നത്. സംസ്കാര ചടങ്ങുകൾ അത് പൂർത്തിയാകാൻ പോകുന്നു. ഇപ്പോൾ ചിതയ്ക്ക് തീ കൊളുത്തിയിരിക്കുന്നു. അവിടെ കൂടിയിരിക്കുന്ന നിരവധി ആളുകൾ വേദന താങ്ങാൻ കഴിയാതെ യാഥാർത്ഥ്യം മനസ്സിലാക്കി മടങ്ങാൻ പോവുകയാണ്. ടോബി ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് തന്നെയാണ്. നേരത്തെ പഠിച്ച സ്കൂളുകളിൽ നിന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ അവിടുത്തെ അധ്യാപകരും ഒപ്പം സഹപാഠികളും എല്ലാം ദേവനന്ദനെക്കുറിച്ച് പറയുന്നത് കൃത്യമായ ഒരു ലക്ഷ്യം ദേവനന്ദനുണ്ടായിരുന്നു. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എന്താകണം, ഏത് മേഖല തിരഞ്ഞെടുക്കണം, ഇതൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു ക്ലാരിറ്റി ദേവനന്ദനുണ്ടായിരുന്നു. ജ്യേഷ്ഠനൊരു പക്ഷേ അതിന് വഴികാട്ടിയായിരുന്നതാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരാൾ, വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു മികച്ച വിദ്യാർത്ഥിയെ ആ നാടിന് നഷ്ടപ്പെടുന്നു. അപ്പോൾ പഠിപ്പിച്ച അധ്യാപകരും സഹപാഠികളും നാട്ടുകാർക്കും എല്ലാം ആ ഒറ്റ കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ്. ആ വേദന അവർ പങ്കുവെക്കുന്നുമുണ്ട്. ഇത് സഹിക്കാൻ കഴിയുന്നില്ല എന്നവർ പറയുകയും ചെയ്യുന്നു. ടോബി. പ്രജിൻ, തീർച്ചയായിട്ടും അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അതായത് എങ്ങനെ ഒരു വിദ്യാർത്ഥി മുന്നോട്ട് ജീവിതത്തിൽ പോകണം എന്നത് ഈ ഒരു ജീവിതം നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കാരണം ചേട്ടൻ മികച്ച രീതിയിൽ പഠിക്കുന്നു, അനുജനും അതേ പാതയിൽ പോകുന്നു. അത്രത്തോളം മികച്ച രീതിയിൽ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻട്രൻസിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു. കൃത്യമായ എൻട്രൻസിൽ മികച്ച വിജയം നേടാൻ അനിയനും സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ്. അല്ലെങ്കിൽ എങ്ങനെ ഒരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഈ രണ്ട് സഹോദരങ്ങളും രണ്ടുപേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലേക്ക് അധികം എത്താറില്ലെങ്കിലും ഇവരെക്കുറിച്ച് പറയുമ്പോൾ ഈ നാട്ടുകാർക്കെല്ലാം അത്രത്തോളം ഒരു കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് അതുകൊണ്ടായിരുന്നു. ഇങ്ങനെ ഒരു രണ്ട് കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്കെല്ലാവർക്കും അഭിമാനമാണ്. ഇവിടെ ഉള്ളവർക്കെല്ലാം തന്നെ അതിലൊരാളാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിൽ പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു വേദനയുണ്ടാക്കുന്ന കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുടുംബത്തെ പോലെ തന്നെ ഈ നാട്ടുകാർക്കും പ്രത്യേകിച്ചും എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, 26 വർഷത്തോളം കോട്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛൻ ബിനു പഠിപ്പിച്ചിരുന്നത്, അധ്യാപകനായിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ് ഉള്ളത്. ഇവിടെ പലരും ഇതിനോടകം തന്നെ ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ഇവിടേക്ക് നിരവധി ആളുകൾ കാണുന്നതിന് വേണ്ടി ഈ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നൊക്കെ എത്തിയിരുന്നു. അവരൊക്കെ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഇത്ര നല്ല രീതിയിൽ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളായിരുന്നു എന്നുള്ളത് തന്നെയാണ് പലരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിയോഗം അത്രത്തോളം വേദന നിരവധി ആളുകളിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വീട്ടുകാരുടെ കാര്യം നോക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും എല്ലാവരും തന്നെ അവർക്കൊക്കെ അതിന്റെ ഒരു ആഴം, ഈ ഒരു വിയോഗത്തിന്റെ ആഴം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. ഇന്നലെ നമ്മൾ ഈ വാർത്ത കേട്ട് ആദ്യം ഇവിടേക്ക് എത്തുമ്പോൾ മുത്തച്ഛനുമായി, നമ്മൾ നാരായണപിള്ളയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം നമ്മളോട് പറയുമ്പോൾ എല്ലാം തന്നെ ഈ കൊച്ചുമകനെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു. ശരി, ആ രീതിയിൽ അച്ചോയി എന്നാണ് ദേവനന്ദൻ
മുത്തശ്ശനെ വിളിച്ചിരുന്നത്. അങ്ങനെ ഒരു വിളി ഇനി ഉണ്ടാവില്ല, ആ യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നാരായണപിള്ളയ്ക്ക്. എങ്ങനെ അച്ചോ എന്ന വിളി ഇനി കേൾക്കില്ല എന്ന യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് അവസാനമായി ദേവനന്ദന് ഒരു നോക്ക് കണ്ട് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുകയാണ് നാരായണപിള്ളയും ഒപ്പം ആ നാട്ടുകാരും എല്ലാം തന്നെ. അങ്ങനെ ദേവനന്ദൻ കൂടി ഓർമ്മയാകുന്നു. 5 പേരാണ് കളർകോട് വാഹനാപകടത്തിൽ ദാരുണമായി പൊലിഞ്ഞത്.